ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പത്തരമാറ്റിൻ്റെ ഒരു പുത്തൻ കിടിലൻ വിശേഷങ്ങളിലേക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ പോകുന്നത്. അതായത് നമ്മുടെ അഭിയും അതുപോലെ തന്നെ സിയയും പിന്നെ അനാമികയും കൂടെ ഇപ്പം ഒറ്റക്കെട്ടാണേ. ശത്രുവിൻ്റെ ശത്രു മിത്രമെന്ന് പറയുന്നത് പോലെ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ കേട്ടോ അനന്തപുരി തറവാടിനെ താറുമാറാക്കാൻ തകർന്നടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അഭിയാണെങ്കിൽ വീട്ടിലുണ്ടായ വിശേഷങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നായന ഗർഭിണിയാണെന്ന് അറിയുകയും കൂടെ ചെയ്തപ്പോൾ അനാമികയുടെ തല പെരുക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് കിട്ടാത്ത സന്തോഷങ്ങളൊന്നും അവിടെ അവൾക്ക് കിട്ടണ്ട, അതുമല്ല അവിടെ ആരും സന്തോഷിക്കുന്നത് എനിക്ക് കാണാനും സാധിക്കില്ല എന്ന് അനാമിക പറയുകയാണ് കേട്ടോ. ഈ സമയത്ത് അഭി പറയുന്നുണ്ട്, നിന്റെ അതേ ചിന്താഗതി തന്നെയാണ് എനിക്ക് എല്ലാവരും ഇനി നായനയുടെ കൊച്ചു വരാൻ വേണ്ടി കാത്തിരിക്കുക. എനിക്കതും കൂടെ കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാം തകർന്നടിയണം എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഈ സമയത്ത് നമ്മുടെ സിയയും പറയുന്നുണ്ട് കേട്ടോ, നന്ദുവിൻ്റെ ചേച്ചിയല്ലേ അവള്, നന്ദു ഇപ്പോൾ വലിയ സന്തോഷത്തിലായിരിക്കുമല്ലോ. അവളെ എന്നെ കൊടുക്കാൻ വേണ്ടി നടന്നവളല്ലേ, എന്നെ കുടിക്കിയവളല്ലേ, അവൾക്കിട്ട് ഞാൻ നല്ലൊരു പണി തന്നെ കൊടുക്കുന്നുണ്ട്. അവൾ കരയണം, അവൾ സങ്കടപ്പെടണം, അവൾ വേദനിക്കണം, അതെൻ്റെ ആഗ്രഹമാണ് എന്നൊക്കെ പറയാൻ കേട്ടോ സിയയും. അങ്ങനെ ഈ മൂവർ സംഘം ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ് കേട്ടോ. അപ്പോൾ സിയയുടെ കാഞ്ഞ ബുദ്ധിയിൽ ഉദിച്ച പ്ലാനായിരിക്കും ഇതേ. അങ്ങനെ ഒരു സർപ്പത്തെ മുൻനിർത്തി നയനയുടെ ജീവനെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് കേട്ടോ. കാരണം നാളെയാണെങ്കിൽ നയന ഗർഭിണിയാണെന്ന് അറിഞ്ഞതിൽ പിന്നാലെയുള്ള ഒരു പൂജ നടക്കാൻ കേട്ടോ. കുഞ്ഞിനും നയനയ്ക്കും എല്ലാവിധ സർവ്വ ഐശ്വര്യങ്ങളും അതുപോലെ തന്നെ ദീർഘായുസ്സും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു പൂജ നടക്കുകയാണേ. ഈ സമയത്ത് ആ പൂജക്കിടയിൽ വെച്ചിട്ട് ഒരു പാമ്പിനെ കൊണ്ടുവന്ന് നയനനെ ആരും സംശയിക്കാത്ത രീതിയിൽ ആ പാമ്പിൻ്റെ കടിയേൽക്കണം. അങ്ങനെ നയന മരിക്കണം. നയന മരിച്ചില്ലേ അവളുടെ കുഞ്ഞേലും ചാവണം, അവൾ മരിച്ചിരിക്കും. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഐഡിയ നമുക്ക് ചെയ്യണം എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് അഭി പറയുന്നുണ്ട്, അത് ഫ്ലോപ്പ് ആകും, ഒരു പാമ്പിനെ കൊണ്ടുവന്ന് വെക്കാന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി റിസ്കി ആയിട്ടുള്ള കാര്യമല്ലേ, അതുമല്ല കുടുംബത്തിൽ ഒരുപാട് പേരുള്ളതല്ലേ, അത് നയനെ തന്നെ കടിക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാനൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് അനാമിക പറയുന്നുണ്ട്, ഇല്ല അഭിയേ, അങ്ങനെയല്ല, ഈ പൂജ ചെയ്യുന്നത് നയനയല്ലേ, അപ്പോൾ പൂജയുടെ സാമഗ്രികൾക്കിടയിൽ എവിടെയെങ്കിലും വെക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നയനയ്ക്കല്ലേ കടിയേൽക്കുള്ളൂ, വീട്ടിൽ ആരുടെ അടുക്കലേക്ക് ഇത് പോവില്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് സിയയും പറയുന്നുണ്ട്, അതെ, ഇതാവുമ്പോൾ ആരും സംശയിക്കില്ല, അല്ലാതെ വേറെ എന്തൊക്കെ പൊടികളോ മരുന്നുകളോ ഒക്കെ കലക്കി കൊടുത്താലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു പോലീസുകാർ കാഞ്ഞ ബുദ്ധിയിലെല്ലാം കണ്ടുപിടിക്കും. ഇതാവുമ്പോൾ ഇത് നമ്മൾ കൊണ്ടുവന്നൊന്നും അല്ലല്ലോ, പ്രകൃതിയിൽ നിന്ന് കയറി വരണതല്ലേ, അതിനെ നമുക്ക് തടയാൻ സാധിക്കില്ലല്ലോ, അങ്ങനെ അങ്ങ് കരുതിക്കോളൂ എല്ലാവരും എന്നൊക്കെ പറഞ്ഞ അഭിക്ക് നല്ല ധൈര്യം പകർന്നിട്ട് അഭിയെ ഈ കൊടും ക്രൂരതയ്ക്ക് മുൻനിർത്തുകയാണ് കേട്ടോ നമ്മുടെ സിയയും അനാമികയും കൂടെ ചേർന്ന്. അഭിയാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് അന്ന് വലിയ പ്ലാനിങ് നടത്താനുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കുവേ. അങ്ങനെ അഭി പറയുന്നുണ്ട്, ഈ ഒരു പാമ്പിനെ സെറ്റപ്പ് ചെയ്യാനല്ലേ, അതൊക്കെ ഞാനേറ്റു, എനിക്ക് പരിചയത്തിലുള്ളൊരു പാമ്പാട്ടിയുണ്ട്, പുള്ളിയെ ഒന്ന് പോയി കണ്ട് നല്ല ഉഗ്രവിഷത്തെ തന്നെ കൊണ്ടുവരണം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ അഭിനെ എരിപിരി കയറ്റി ഇവർ വിടുകയാണേ. അങ്ങനെ വീട്ടിലേക്ക് എത്തുന്ന അഭിയാണെങ്കിൽ ജലജയോട് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ജലജ പറയുന്നുണ്ട്, ഇത് ഫ്ലോപ്പ് ആകൂടാ, പല പ്രാവശ്യം നമ്മൾ ഓരോന്നൊക്കെ ചെയ്തിട്ടുണ്ട്, നിൻ്റെ ഭാര്യനെയും കൊച്ചിനെയും കൊല്ലാൻ വേണ്ടി തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതെല്ലാം വിനയായി തിരികെ വന്നിട്ടേ ഉള്ളൂ, അതുകൊണ്ട് നീ ഇത് ഫ്ലോപ്പ് ആകരുത്, നമ്മൾ ഈ വീടിൻ്റെ പടിവാതിൽക്കലാണ് നിൽക്കുന്നത്, ഇനി ഒരു പടിയും കൂടെ കടന്ന പിന്നെ തെരുവിലേക്ക്, അത് ഓർത്തിട്ട് വേണം നീ ഓരോന്ന് ചെയ്യാൻ. എൻ്റെ അമ്മയെ അതുകൊണ്ടല്ലേ ഞാൻ ഈ സർപ്പത്തിൻ്റെ പരിപാടി ചെയ്തത്, ഉഗ്ര സർപ്പമാണ് അവളെ നാളെ കൊല്ലാൻ വരുന്നത്, അതാകുമ്പോൾ ആരും സംശയിക്കത്തില്ല, എൻ്റെ കൂട്ടത്തിലെ ആ സിയയും അനാമികയും ഒക്കെയുണ്ട്, അവരൊക്കെ ഉള്ളപ്പോൾ എനിക്കൊരു പിൻബലം തന്നെ. ശത്രുവിൻ്റെ ശത്രു എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ, ശത്രുവിൻ്റെ ശത്രു മിത്രമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ, അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. അങ്ങനെ എല്ലാവരും ഞെളിയണ്ട, നമ്മൾ മാത്രം ഇവിടെ അങ്ങ് താത്തിക്കെട്ടണ്ട, മുത്തശ്ശി പറഞ്ഞതൊക്കെ അമ്മ കേട്ടോ, ആദർശിനെ പോലെ ആദർശിന് ഒരു ആൺകുട്ടി ജനിക്കട്ടെ എന്ന്, ഈ സ്വത്തുക്കളൊക്കെ നോക്കി നടത്താൻ. അപ്പോൾ നമ്മളാര് വേറെ വല്ല കെട്ടിലുള്ളതാണോ അമ്മേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അഭിയാണെങ്കിൽ ഇങ്ങനെ അഭിയുടെ ദേഷ്യം മൊത്തം ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ജലജ പറയുന്നുണ്ട്, എല്ലാം സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്യണേ മോനെ, അവസാനം എല്ലാം കൂടെ നമ്മുടെ തലയിലാകരുത് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അഭി പറയുന്നുണ്ട്, അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, എല്ലാം നല്ല പ്ലാൻ തന്നെയാണ്, എല്ലാം ഞാൻ നല്ല കൃത്യമായിട്ട് തന്നെ എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്, അമ്മ എല്ലാത്തിലും ഒന്ന് നിന്ന് കൊടുത്താൽ മാത്രം മതി, നമ്മളെ ആരും സംശയിക്കത്തില്ല, അതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ ഐഡിയ ചെയ്തത് എന്നൊക്കെ പറയാൻ കേട്ടോ.
അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ അന്ന് രാത്രിയിൽ അപ്പോൾ നമ്മുടെ ജലജ ചോദിക്കുന്നുണ്ട്, അതൊക്കെ ശരിയാടാ, പക്ഷേ പാമ്പിനെ എങ്ങനെ കൊണ്ടുവരും? ഈ സമയത്തൊക്കെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ? അതുമല്ല നിന്നെയോ എന്നെയോ വല്ലതും കൊത്തുവാണ് എന്നെ ചെയ്യും? അമ്മേ അങ്ങനൊന്നും ഇല്ല, ഞാൻ പാമ്പാട്ടിയോട് എല്ലാവരും ഉറങ്ങിയ ശേഷം രാത്രി വരാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ എല്ലാം സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ആരും സംശയിക്കാത്ത രീതിയിൽ തന്നെ. അതുകൊണ്ട് അമ്മ അതൊന്നും ഓർത്ത് ഭയപ്പെടണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് ജലജ പറയണേ, നീ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ എന്നോടും കൂടെ ഒന്ന് പറയണേ, ഞാൻ അതിലൊന്ന് ചെന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ ഏറ്റു, അമ്മയ്ക്കും എനിക്കും ഒരാപത്തും ഒരപകടവും വരില്ല, അങ്ങനെയുള്ള പ്ലാനിലേ ഞാൻ ഇതെല്ലാം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് അഭി അങ്ങനെ പോകുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അനന്തപുരി തറവാട്ടിൽ എല്ലാവരും ഉറക്കമായി കഴിഞ്ഞിരിക്കും കേട്ടോ. ആ സമയത്ത് അഭിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. അത് മറ്റാരുമല്ല, ആ പാമ്പാട്ടി ആയിരിക്കുവേ. വീടിൻ്റെ മുറ്റത്ത് വന്നെന്നും വേഗം തന്നെ ഇവിടേക്ക് എത്തണമെന്നും ഒക്കെ പറഞ്ഞിട്ടായിരിക്കും കേട്ടോ ഫോൺ ചെയ്യുന്നത്. ഇതേ സമയത്ത് CCTV ഒക്കെ കേടാക്കിയിട്ടുണ്ടായിരിക്കും കേട്ടോ അഭി. എല്ലാം തന്ത്രപൂർവ്വം തന്നെയായിരിക്കും അഭി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ പാമ്പാട്ടിയും കൂട്ടി അഭിയാണെങ്കിൽ റൂമിലേക്ക് കയറി വരികയാണ് കേട്ടോ. അതായത് ആ പൂജാമുറിയിലേക്ക് കയറി വരികയാണ് കേട്ടോ. അങ്ങനെ പൂജാമുറിയിൽ വന്നതിന് ശേഷം നമ്മുടെ അഭിയാണെങ്കിൽ പറയുന്നുണ്ട്, ആർക്കും സംശയം തോന്നരുത്, ഇവിടെ നയനേട്ടത്തെയാണ് പൂജ ചെയ്യുന്നതെങ്കിലും ചുറ്റും എല്ലാവരും നിൽപ്പുണ്ടായിരിക്കും, അതുകൊണ്ട് പാമ്പ് വഴുതി മാറി വേറെ ആരുടെയും നേർക്ക് ചെല്ലരുത്, എസ്പെഷ്യലി എൻ്റെയും എൻ്റെ അമ്മയുടെ. അതുകൊണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സെറ്റപ്പ് നിങ്ങൾ ചെയ്യാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ കാര്യഗൗരവത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കാനായിട്ടോ ഈ സമയത്ത് പാമ്പാട്ടി പറയുന്നുണ്ട്, പൂജ ചെയ്യുന്ന ആൾ എന്തായാലും പൂജാമുറിയിലേക്ക് കയറിയിട്ട് എല്ലാം സെറ്റ് ചെയ്യുന്നത് ആ പൂജ ചെയ്യുന്ന ആളായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഈ പൂക്കൂടയിൽ തന്നെ സെറ്റ് ചെയ്യാം. പൂക്കൂടയിലോ? അതെ, പൂക്കൂടയിൽ നിന്ന് പൂവെടുക്കുന്നത് പൂജ ചെയ്യുന്ന ആളാണല്ലോ, മറ്റാരും അതെടുക്കാനോ ഒന്നിനും വരില്ലല്ലോ. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളെല്ലാവരും കൂടെ ചേർന്ന് ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് അടുക്കി പെറുക്കി വെച്ചിരിക്കുകയല്ലേ. ഇനി രാവിലെ ആരും ഇതിന് ഒന്നും തൊടാനോ എടുക്കാനോ വരില്ല, പൂജ ചെയ്യാൻ വേണ്ടിയല്ലേ വരുള്ളൂ. അതുകൊണ്ട് ആരും സംശയിക്കത്തുമില്ല. അതോർത്ത് സാറ് പേടിക്കുകയും വേണ്ട, എല്ലാം അതിൻ്റെ വഴിക്ക് നടന്നോളും എന്ന് പറഞ്ഞിട്ട് ആ പൂക്കൂടയ്ക്കകത്തോട്ട് ആ പാമ്പിനെ ഇറക്കി വെക്കുകയാണ് കേട്ടോ. ഉഗ്രവിഷമുള്ള സർപ്പമായിരിക്കും കേട്ടോ. ഈ സമയത്ത് അഭിയാണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് കേട്ടോ. കാരണം തൻ്റെ ഏറെ നാളത്തെ ആഗ്രഹം, ആ നയനയുടെ മരണം അതിങ്ങനെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അഭി. അവളോ മരിക്കുകയാണെങ്കിൽ ഈ വീട്ടിലെ എല്ലാവരുടെയും അഹങ്കാരം തീർന്നോളൂ, പിന്നെ എല്ലാവരും അതിൻ്റെ പിന്നാലെ നടന്നോളൂ, ആ സ്വർണ്ണക്കടത്ത് എല്ലാവരും മറന്നോളും, ആ നന്ദൂരിട്ട് ഒരു പണിയാകും എന്നൊക്കെ ആലോചിച്ച് അഭി ഒരുപാട് സന്തോഷത്തിലായിരിക്കുവേ. അങ്ങനെ ആ പാമ്പാട്ടിയാണെങ്കിൽ ആ പാമ്പിനെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് പറഞ്ഞ പണം തരാൻ പറയുമ്പോൾ അതിൽ കുറച്ച് കൊടുക്കാനോട്ടോ അഭി. അപ്പോൾ പാമ്പാട്ടി ദേഷ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ പറയുന്ന പോലെ അത്ര നിസ്സാരമായ കാര്യമൊന്നും അല്ല ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയാണോ. അപ്പോൾ അഭി പറയുന്നുണ്ട്, ഇതൊക്കെ മതി, കാര്യം കഴിഞ്ഞാൽ ആട്ടെ എന്ന് പറയുമ്പോൾ കാര്യം കഴിയുകയൊക്കെ തന്നെ ചെയ്യും, അതോർത്ത് സാറ് പേടിക്കണ്ട, സാറിന് ഇതുകൊണ്ട് വലിയൊരു നേട്ടമാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്, എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് സാർ ആദ്യം പറഞ്ഞ തുക, ഞാൻ പറഞ്ഞ് ഉറപ്പിച്ച തുക തന്നെ സാർ എനിക്ക് തരണമെന്നൊക്കെ പറഞ്ഞ് പിന്നെ വില പേശി അത് മേടിച്ചുകൊണ്ട് പോകുകയാണ് കേട്ടോ. ഈ സമയത്ത് അഭി ചിന്തിക്കുന്നുണ്ട്, എത്രയായാലും കൊണ്ടുപോട്ടെ, നമുക്കെന്താ, നമ്മുടെ കാര്യം നടന്ന് കിട്ടിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് അഭിയും വളരെ സന്തോഷത്തിലായിരിക്കുവേ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അച്ഛമ്മ മുത്തശ്ശിയാണെങ്കിൽ ആദർശനോട് പറയുന്നുണ്ട്, ആദർശേ നിനക്ക് നല്ലൊരു ആൺകുട്ടി ജനിക്കട്ടെ, നിന്നെ പോലെ തന്നെ കഴിവും പ്രാപ്തിയും ഒക്കെയുള്ള നല്ലൊരു ആൺകുട്ടി, ഈ ബിസിനസ്സൊക്കെ ഇനി തലമുറ കൈമാറി നോക്കി നടത്താൻ ഒക്കെ നല്ലൊരു ഒരു പയ്യൻ വേണ്ടേ എന്നൊക്കെ പറയുമ്പോൾ അപ്പം മുത്തശ്ശിയുടെ മനസ്സിലെ ആഗ്രഹം അങ്ങനെയാണല്ലേ? അങ്ങനെയല്ല, ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ, ഈശ്വരൻ എന്ത് തന്നാലും അത് ഇരു കൈ നീട്ടി സ്വീകരിക്കും, ആരോഗ്യത്തോടെ തന്നാൽ മതി, ആ ഒരു പ്രാർത്ഥനയുള്ളൂ, പിന്നെ മുത്തശ്ശിയുടെ ഒരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പോകുകയാണ് കേട്ടോ. ഈ സമയത്ത് ആദർശ് നയനയോട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി പറഞ്ഞതാ ശരി, അതുപോലെ എനിക്കും തോന്നുന്നത് ഈശ്വരൻ നമുക്ക് ആണോ പെണ്ണോ എന്തിനു വേണമെങ്കിലും തന്നോട്ടെ, ആരോഗ്യത്തോടെ തന്നാൽ മതി, അത് മാത്രമേ ഉള്ളൂ അല്ലേ നയനെ എന്നൊക്കെ പറഞ്ഞ പിന്നെ അവർ അവരുടേതായ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം എല്ലാവരും അതീവ ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ് കേട്ടോ. പൂജാരിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും പിറക്കുകയും ഒക്കെ ചെയ്യാൻ കേട്ടോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷമായിരിക്കും നമ്മുടെ ദേവയാനിയും എല്ലാവരും വരികയാണേ. അങ്ങനെ ദേവയാനി നയനോട് പറഞ്ഞിട്ടുണ്ട്, മോളെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോണം,
പിന്നെ മോളുടെ മനസ്സിന് ഈശ്വരനൊന്നും വരുത്തില്ല എങ്കിലും എൻ്റെ മനസ്സിൽ ഒരു വല്ലാത്ത ഭയം 2-3 ദിവസമായി എന്തോ ഒരു ഉൾഭയം. അതുകൊണ്ടാണ് ഈ പൂജയൊക്കെ എന്തായാലും ചെയ്യണമെന്ന് ഞാൻ ഇത്ര ഷാഠ്യം പിടിച്ചത്. അതുകൊണ്ട് മോള് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചോണം, നമ്മുടെ കുഞ്ഞുമണിക്കും ഒരാപത്തും വരാതിരിക്കാൻ ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ദേവയാനി. ഈ സമയത്ത് നയന പറയുന്നുണ്ട്, അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ പേടിക്കണേ? ഒന്നുമില്ല, അമ്മയ്ക്ക് എന്തോ ഒരു ടെൻഷനുണ്ട്, അതാ, ഒരു കുഴപ്പമില്ല. എന്നിട്ടല്ലേ നമ്മൾ ഈ പൂജയൊക്കെ വെച്ചത്, ഇതിലൂടെ എന്തെങ്കിലും വിഘ്നങ്ങളുണ്ടല്ലോ അതിന് ഞാൻ മാറിപ്പോയിക്കോളൂ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് പൂജയുടെ കാര്യങ്ങളൊക്കെ ഇവർ നോക്കിയും കണ്ടുമൊക്കെ ചെയ്യാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും, മുത്തശ്ശനൊക്കെ വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് പൂജാരി എത്തിയില്ല ഇതുവരെ ആയിട്ടും. അപ്പോൾ ദേവയാനി പറഞ്ഞിട്ട് പൂജാരി വന്നുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ വിളിച്ചിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പൂജാരി അവിടേക്ക് വരികയാണ്. അങ്ങനെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഇവിടെ എന്താവശ്യം ഉണ്ടെങ്കിലും വരണ പൂജാരി ആയിരിക്കും കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമുക്ക് ചടങ്ങുകളിലേക്കൊക്കെ കിടക്കാമെന്ന് പറഞ്ഞിട്ട് പൂജ ചെയ്യുന്ന ആളിങ്ങോട്ടേക്ക് വരിക എന്നൊക്കെ പറഞ്ഞിട്ട് നയനയോട് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൂജാമുറിയിലേക്ക് കയറുകയാണേ. അങ്ങനെ നയന പൂജയൊക്കെ ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ആ പൂക്കൂടെ തുറക്കുമ്പോൾ ആ പാമ്പ് ചീറ്റി വരികയാണ്. പെട്ടെന്ന് നയന പേടിച്ച് അവിടെ നിന്ന് മാറുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ പാമ്പ് അവിടെ നിന്നും നയനേനെ ഇങ്ങനെ കൊത്താൻ വേണ്ടി വരുമ്പോൾ നയന പെട്ടെന്ന് അവിടെ നിന്ന് മാറുമ്പോൾ പാമ്പ് ആ ഒരു കൂടിൽ നിന്ന് വഴുതി ഉള്ളിലേക്ക് വീഴുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീണതിന് ശേഷം എല്ലാവരും ആകെ ഇങ്ങനെ ഭയന്ന് നിൽക്കുകയാണ്. ജലജയും അഭിയും ആകെപ്പാടെ ഭയന്ന് നിൽക്കുകയാണ് കേട്ടോ. കാര്യമായിട്ട് നടന്നുമില്ല. പാമ്പാണെങ്കിൽ ഉള്ളിലേക്ക് ഇറങ്ങി വരികയും ചെയ്തു. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്ന ആലോചിച്ച് നിൽക്കുമ്പോൾ പാമ്പാണ് ജലജയുടെ അടുക്കിലേക്കായിരിക്കും കേട്ടോ പോകുന്നത്. ജലജനെ കടിക്കുന്നുണ്ടോ എന്ന് കറക്റ്റ് കാര്യം പറഞ്ഞില്ല, പക്ഷെ ജലജയുടെ അടുക്കിലേക്കായിരിക്കും പാമ്പ് ചെല്ലുന്നുണ്ടായിരിക്കുക. അങ്ങനെ കടിച്ച ഇവർ വെച്ച കെടിയിൽ ഇവർ തന്നെ വീണു എന്നൊക്കെ പറയണ പോലെ ജലജയും അഭിയും ആ പാമ്പിൻ്റെ മുൾമുനയിൽ നിൽക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീടാണെങ്കിൽ എല്ലാവരും ആകെ തകർന്നിരിക്കുകയാണ് കേട്ടോ. കാരണം നല്ലൊരു ദിവസം, നല്ലൊരു പൂജ നടത്താൻ ദിവസം ഇങ്ങനെ ഒരു അപശകുനം ഉണ്ടാകുമ്പോൾ എല്ലാവരും ആകെ ഭയന്നിരിക്കുകയാണ്. ഈ സമയത്ത് നയനയ്ക്ക് ആപത്തൊന്നും വന്നില്ലല്ലോ എന്നോർത്തിട്ട് സന്തോഷവും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പൂജാരി പറയുന്നുണ്ട്, ഇത് വലിയ ദോഷമായിട്ടൊന്നും ആരും കാണണ്ട. സർപ്പമെന്ന് പറയണതും ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരിത് തന്നെയല്ലേ. അതുകൊണ്ട് ആ ഒരു രീതിയിൽ ആരും ചിന്തിക്കണ്ട, ഒരാപത്തും സംഭവിച്ചില്ലല്ലോ, ഇതുകൊണ്ട് വിഘ്നങ്ങളൊക്കെ തട്ടി മാറിയെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. അല്ലെങ്കിലും ഈ കുട്ടിക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ പൂജാരി. അങ്ങനെ പിന്നീട് ആ പാമ്പ് എങ്ങനെ ഇവിടെ വന്നു എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ദേവയാനിയും എല്ലാവരും പറയുന്നുണ്ട്, നമ്മുടെ ആദർശൻ്റെ അച്ഛനും ഒക്കെ പറയുന്നുണ്ട്, അങ്ങനെ വെച്ചാൽ നമുക്ക് കാണാൻ കഴിയില്ലല്ലോ, ഇതിനൊക്കെ ഒരു ചെറിയൊരു ദ്വാരം പോലെ, നമ്മൾ ചിന്തിക്കാത്ത സ്ഥലങ്ങളിലൂടെ വരെ വർണ്ണതങ്ങളല്ലേ, അപ്പം നമുക്കൊന്നും പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അല്ല ഇന്നലെ ഈ പൂജാമുറി എല്ലാം ഒരുക്കിയത് നയനയും അതുപോലെ തന്നെ ജാനകിയും ദേവയാനിയും ഒക്കെ കൂടിയല്ലേ, അപ്പോഴൊന്നും കണ്ടില്ലല്ലോ, പിന്നെ ഈ പൂക്കൂടയ്ക്കുള്ളിൽ എങ്ങനെ വന്നു പാമ്പെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അഭി പറയുന്നുണ്ട്, ചിലപ്പോൾ പൂവൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന വഴിക്ക് പൂവിൻ്റെ കൂടയുടെ ഇടയിലോ ഒക്കെ ആയിട്ട് ഇരുന്നതായിരിക്കും മുത്തശ്ശൻ, നമുക്ക് പറയാൻ കഴിയില്ലല്ലോ ഇതൊക്കെ എവിടെ നിന്ന് വരണമാണെന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇല്ല ഇതിലെന്തോ ഒരു ഇതുണ്ട്, കാരണം പൂക്കൂടയ്ക്കകത്ത് ഇത്രയും വലിയ പാമ്പ് എങ്ങനെ ഇവിടെ ഇരുന്ന് വരും, എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. അതുമല്ല ഇന്നലെ ഇവരിതെല്ലാം ചെക്ക് ചെയ്യുകയും എടുക്കുകയും അടുക്കി പറക്കി വെക്കുകയും ഒക്കെ ചെയ്തതല്ലേ. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശൻ എന്ത് വേണമെന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് പിന്നെ ഈ ഒരു കാര്യം ഗൗരവത്തിൽ തന്നെ എടുക്കേണ്ടതാണ്, എനിക്കെന്തോ ഇതിൽ വലിയൊരു ഇത് തോന്നുന്നില്ല, അതുകൊണ്ട് നന്ദുവിനെ വിളിച്ച് കാര്യം പറയാൻ, നന്ദുവിൻ്റെ വഴി ചെറിയൊരു അന്വേഷണം നടത്തട്ടെ എന്ന് പറയാൻ കേട്ടോ. ഇതൂടെ കേൾക്കുമ്പോൾ നമ്മുടെ അഭിയുടെയും ജലജയുടെയും ഫ്യൂസ് പോകുന്നതൊക്കെ കാണിക്കുന്നു കേട്ടോ. അങ്ങനെ ഒരു കിഡിലും എപ്പിസോഡാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്.